നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് SFI മലപ്പുറത്ത് ഏകദിന നിരാഹാര സമരം നടത്തി. സംഘടനാ സംസ്ഥാന ഉപാധ്യക്ഷൻ പി താജുദ്ദീൻ സമരം ഉദ്ഘാടനം ചെയ്തു. മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നടത്തിയ പരീക്ഷയുമായി ബന്ധപ്പെട്ടുണ്ടായ ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് വിദ്യാർത്ഥികളോടും പൊതുസമൂഹത്തോടും മാപ്പ് പറഞ്ഞ് രാജിവെക്കാൻ തയ്യാറാകണം എന്നുള്ള ആവശ്യമാണ് തുടർച്ചയായി ഈ സമരങ്ങളിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. ആദ്യ സമരമായല്ല നമ്മൾ ഈ സമരം സംഘടിപ്പിക്കുന്നത്, അവസാനത്തേതാണെന്ന് നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനം കരുതുന്നുമില്ല. രാജ്യത്തെമ്പാടും ശക്തമായ യൂണിറ്റുകൾ ഉണ്ട് എന്ന അവകാശവാദം നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിനില്ല. രാജ്യത്തെ തന്നെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനം, ഏറ്റവും കൂടുതൽ മെമ്പർഷിപ്പുള്ള വിദ്യാർത്ഥി പ്രസ്ഥാനം അത് കേരളത്തിലാണ്. കേരളത്തിലെ സർവകലാശാലകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വിദ്യാർത്ഥികൾ എവിടെയൊക്കെയാണോ അവരുടെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി, പോരാട്ടങ്ങൾക്ക് വേണ്ടി നേതൃത്വം നൽകുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം SFI മത്സരിക്കുന്നത്, അവിടെയെല്ലാം വിജയിച്ചു വരുന്ന വിദ്യാർത്ഥി സംഘടനയായി SFI മാറുന്നത് കേരളത്തിൽ ശക്തമായ സംഘടനാ സംവിധാനം ഉള്ളതുകൊണ്ട്. ലക്ഷക്കണക്കിന് കുട്ടികളുടെ ഭാവിയാണ് ചോദ്യപേപ്പർ ചോർച്ചയിലൂടെ ഇല്ലാതാക്കിയത്. ഇതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ വിദ്യാർത്ഥികളോട് മാപ്പ് പറഞ്ഞ് രാജിവെക്കണമെന്നും താജുദ്ദീൻ പറഞ്ഞു. SFI ജില്ലാ അധ്യക്ഷൻ M സുനിൽ അധ്യക്ഷനായി. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ സ്നേഹ ഗോകുൽ, ബാലസംഘം ജില്ലാ അധ്യക്ഷൻ ഷമീം, SFI ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സിനി, രോഹിത് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും. ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.